ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിൻ്റെ മോശമായ പ്രേരണകൾ പിൻപറ്റുന്നവരും നരകത്തിലായിരിക്കും, പരലോകത്ത് അവർക്ക് വലിയ ശിക്ഷയുണ്ടാവുന്നതാണെന്ന കാര്യം അറിയിച്ചിരുകയുണ്ടായി. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല നന്മ ചെയ്യുന്ന ആളുകൾ ഇബ്ലീസിൻ്റെ പ്രേരണകൾക്ക് വഴങ്ങാതെ അതിനെതിരായി പ്രവർത്തിക്കുകയും ദുനിയാവിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നവർ അവർക്ക് ഉന്നതമായ വിജയം ലഭിക്കുന്നതാണെന്ന കാര്യം അറിയിക്കുകയാണ്. ദുനിയാവിലും പരലോകത്തും അവർക്ക് ഉന്നതമായ വിജയമായിരിക്കും ഉണ്ടാവുക. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. തീർച്ചയായും ഭയഭക്തർ ആരാമങ്ങളിലും അരുവികളിലുമായിരിക്കും. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. നിങ്ങൾ അഭിവാദ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് നിർഭയരായി അതിൽ പ്രവേശിക്കുക. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ. അവരുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്ന പരസ്പര വിദ്വേഷങ്ങൾ നാം മാറ്റിക്കളയുന്നതാണ്. അവർ സഹോദരങ്ങളായി ചാരുകട്ടിലുകളിൽ മുഖാമുഖം ചാരിയിരിക്കുന്നതുമാണ്. ലാ യമസ്സുഹും ഫീഹാ നസബുൻ വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ. അവിടെ അവർക്ക് പ്രയാസമൊന്നും ബാധിക്കുന്നതല്ല, അവർ അവിടെ നിന്നും പുറത്താക്കപ്പെടുകയുമില്ല. നബ്ബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം. എൻ്റെ ദാസന്മാർക്ക് ഇപ്രകാരം അറിയിച്ചു കൊടുക്കുക, തീർച്ചയായും ഞാൻ വളരെ പൊറുക്കുന്നവനും വലിയ കാരുണ്യവാനുമാണ്. وَأَنَّ عَذَابِي هُوَ الْعَذَابُ الْأَلِيمُ. എൻ്റെ ശിക്ഷ വേദനാജനകമായ ശിക്ഷയാണ്. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക്, അല്ലാഹുവിനെ അനുസരിച്ച് ദുനിയാവിൽ ജീവിക്കുന്നവർക്ക് ഉന്നതമായ വിജയമുണ്ടായിരിക്കുമെന്ന കാര്യം അറിയിക്കുകയാണ്. ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് ഒരു പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നത് ആരാണ്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുന്നത് ആരാണ്? അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിക്കുകയും സ്വന്തം ഇച്ഛയെ പിൻപറ്റുകയും ചെയ്യുന്നവർ ആരാണെന്ന് പരിശോധിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കിയൊരു സ്ഥലമാണ് ദുനിയാവെന്നുള്ളത്. ഈ ദുനിയാവിൽ ആ പരീക്ഷണത്തിൽ ആരെല്ലാം വിജയിക്കുമോ അവർക്ക് ഉന്നതമായ വിജയം പരലോകത്തുണ്ടാകുന്നതാണ്. ആരെല്ലാം ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുകയും അള്ളാഹു വിലക്കിയ രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നുവോ അവർക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതുപോലെ നരകത്തിൽ വലിയ ശിക്ഷയും ഉണ്ടാവുന്നതാണ്. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അനുസരിച്ച് ഭയപ്പെട്ട് ജീവിച്ചവർക്ക് പരലോകത്ത് കിട്ടാൻ പോകുന്ന ഉന്നതമായ അനുഗ്രഹങ്ങളും വിജയങ്ങളും അറിയിച്ചിരുകയാണ്. മുത്തഖീങ്ങളായ ആളുകൾ അഥവാ ദുനിയാവിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ ഓരോ കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണെന്ന് മനസ്സിലാക്കുകയും അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നവർ, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ടോ എന്ന് അവൻ ചിന്തിക്കും. അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള പ്രവർത്തനമാണെങ്കിൽ ആ കാര്യം ചെയ്യും. അള്ളാഹുവിൻ്റെ കോപത്തിനിരയാവുന്ന പ്രവർത്തനമാണെങ്കിൽ ആ പ്രവർത്തനത്തെ അവൻ ഉപേക്ഷിക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരികയും അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്യും. ഇങ്ങനെയുള്ളവർക്കാണ് തഖ്വയുള്ളവർ, ഭയഭക്തിയുള്ളവരെന്ന് പറയുക. അങ്ങനെ ജീവിതത്തിലെ ഓരോ മേഖലയിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൊണ്ടുവന്നുകൊണ്ടും അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടും തഖ്വയോടുകൂടി ഭയഭക്തിയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ഉന്നതമായ സ്വർഗം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ സ്വർഗത്തിൻ്റെ പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ നാം ഓതിയ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ്. ഒന്നാമതായി, ആ സ്വർഗത്തിൽ സമാധാനത്തോടു കൂടിയായിരിക്കും അവൻ പ്രവേശിക്കുക. സലാമോടുകൂടി, സമാധാനത്തോടു കൂടിയായിരിക്കും പ്രവേശിക്കുക. സ്വർഗത്തിൽ സമാധാനം കെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളും ഒരു രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നതല്ല. അവിടെ പരസ്പരം അഭിവാദ്യം തന്നെ സമാധാനം ഉണ്ടാവട്ടെ എന്നായിരിക്കും. അതിനെപ്പറ്റി മുൻകഴിഞ്ഞ സൂറത്തുകളിലും നാം വിശദീകരിച്ചതാണ്. അവിടെ പരസ്പരം കാണുന്ന സ്വർഗവാസികൾ
നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നായിരിക്കും, അസ്സലാമു അലൈക്കും എന്നായിരിക്കും അഭിവാദ്യമായി പറയുക. മലക്കുകൾ സലാം പറഞ്ഞുകൊണ്ടായിരിക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും സ്വർഗവാസികളെ സ്വീകരിക്കുക. ഇങ്ങനെ സമാധാനം മാത്രമായിരിക്കും സ്വർഗത്തിൽ ഉണ്ടാവുക. ദുന്യാവിനെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിൽ സമാധാനവും സമാധാനമില്ലായ്മയും എല്ലാം മാറി മാറി വരുന്നതാണ്. സന്തോഷമാണെങ്കിൽ നാളെ ചിലപ്പോൾ സങ്കടമായിരിക്കും. ഇന്ന് സമാധാനമാണെങ്കിൽ നാളെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. ഇത് മാറി മാറി വരും. സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സമാധാനം മാത്രമായിരിക്കും ഉണ്ടാവുക. നരകത്തിൽ സമാധാനക്കേട് മാത്രവുമായിരിക്കും ഉണ്ടാവുക. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് സമാധാനമാണ്. സമാധാനമില്ല എങ്കിൽ എത്ര മറ്റ് അനുഗ്രഹങ്ങളുണ്ടെങ്കിലും അവനൊരിക്കലും ഒരു സുഖം ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ല. എന്നാൽ സമാധാനമുണ്ടെങ്കിൽ ബാക്കി അനുഗ്രഹങ്ങളൊന്നും ഇല്ല എങ്കിലും ജീവിതത്തിൽ വലിയ സുഖമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ മറ്റനുഗ്രഹങ്ങൾ മാത്രമല്ല ഉണ്ടാവുക, അതിനേക്കാൾ വലിയ അനുഗ്രഹമായ സമാധാനം സദാസമയം ഉണ്ടാവുന്നതാണെന്ന് അറിയിക്കുന്നു. രണ്ടാമതായി സ്വർഗത്തിൻ്റെ പ്രത്യേകതയായി അള്ളാഹു ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ്, ആരുടെ ഹൃദയങ്ങളിലും പരസ്പരം വൈരാഗ്യം, ദേഷ്യം ഒന്നും ഉണ്ടാവുന്നതല്ല. സ്വർഗവാസികൾ എല്ലാവരും പരസ്പരം സ്നേഹത്തിലായിരിക്കും. ദുനിയാവിൽ എത്ര സ്നേഹമുള്ളവരാണെങ്കിലും എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാരണമായി വൈരാഗ്യമുണ്ടാകാനും ദേഷ്യമുണ്ടാകാനും സാധ്യതയുണ്ട്. ചില വൈരാഗ്യം അത് മരണം വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. പക്ഷേ സ്വർഗം ഒരിക്കലും അങ്ങനെയല്ല. സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നും വൈരാഗ്യം, ദേഷ്യം, കുശുമ്പ്, അസൂയ ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും ഇല്ലാതെയാക്കപ്പെടുന്നതാണ്. സ്വർഗത്തിൽ എല്ലാവരും സ്നേഹത്തിലും സന്തോഷത്തിലുമായിരിക്കും. സന്തോഷം കെടുത്തുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പരസ്പര വൈരാഗ്യം, പരസ്പരം അസൂയ. ഇങ്ങനെയുള്ള ആന്തരികമായ രോഗങ്ങളെന്നുള്ളത് സമാധാനം കെടുത്തുകയും മനുഷ്യരുടെ പരസ്പരമുള്ള സ്നേഹബന്ധം തകർക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ഇങ്ങനെ സ്നേഹബന്ധം തകർക്കുന്നതും സമാധാനം കെടുത്തുന്നതുമായ ഒരു കാര്യവും സ്വർഗത്തിൽ ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് തന്നെ സ്വർഗവാസികളുടെ ഹൃദയത്തിൽ നിന്നും മാനസികമായ അസൂയ പോലെ, കുശുമ്പ് പോലെ, വൈരാഗ്യം പോലെ, ദേഷ്യം പോലെയുള്ള എല്ലാം ഇല്ലാതെയാക്കുന്നതാണ്. സ്നേഹവും സന്തോഷവും വാത്സല്യവും മാത്രമായിരിക്കും സ്വർഗവാസികൾക്ക് പരസ്പരം ഉണ്ടാവുക. ഇതും സ്വർഗവാസികൾക്കുള്ള വലിയ അനുഗ്രഹമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. മറ്റൊരു അനുഗ്രഹമായി ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് അവർ സ്വർഗത്തിലൊരിക്കലും ക്ഷീണിക്കുന്നതല്ല. ദുന്യാവിൽ സ്വാഭാവികമായി മനുഷ്യന് പിടിപെടുന്ന ഒരു കാര്യമാണ് ക്ഷീണം എന്നുള്ളത്. ക്ഷീണം പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുന്നതല്ല. ഒരാൾക്ക് ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ധാരാളം അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്ഥലത്തുകൂടി പോവുകയാണ്. ശാരീരികമായി ക്ഷീണിച്ചവനാണെങ്കിൽ ആ അനുഗ്രഹങ്ങൾ വേണ്ട രീതിയിൽ ആസ്വദിക്കാൻ അവന് സാധിക്കുന്നതല്ല. അത് ആസ്വദിക്കാനുള്ള ക്ഷീണമില്ലായ്മ എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. സ്വർഗത്തിൽ ഒരു മനുഷ്യന് അവൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാതിരിക്കാനുള്ള ക്ഷീണം ഒരിക്കലും അവനെ പിടികൂടുന്നതല്ല. അവനൊരിക്കലും ക്ഷീണിക്കുന്നതല്ല. എപ്പോഴും ആവേശത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും പൂർണ്ണമായ രീതിയിലും അവൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ആസ്വദിക്കാൻ അവന് സാധിക്കുന്നതാണ്. ഒരിക്കലും ക്ഷീണം അവനെ പിടികൂടുന്നതല്ല. എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റവും നല്ല രീതിയിൽ സ്വർഗവാസികൾക്ക് സ്വർഗത്തിൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. സ്വർഗവാസികൾക്കുള്ള മറ്റൊരു അനുഗ്രഹമായി അള്ളാഹു പറയുകയാണ്, അവർ ഒരിക്കലും സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നവരല്ല. സ്വർഗീയ അനുഗ്രഹങ്ങളിൽ നിന്നും അവരൊരിക്കലും തടയപ്പെടുന്നവരല്ല. സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കാലാകാലം സ്വർഗത്തിലായിരിക്കും. ദുനിയാവിൽ എന്തെങ്കിലും അനുഗ്രഹം ലഭിക്കുകയാണെങ്കിൽ അത് എത്ര കാലം നമ്മളോടൊപ്പം ഉണ്ടാവുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. ദുനിയാവിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണെങ്കിൽ കാലാകാലം എന്നോടൊപ്പം ഈ അനുഗ്രഹം ഉണ്ടാവുമെന്ന് ആർക്കും പറയാൻ സാധിക്കുന്നതല്ല. അള്ളാഹു എത്ര കാലം ഉദ്ദേശിക്കുന്നുവോ അത്ര കാലം മാത്രമേ അനുഗ്രഹം അവരോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. ദുനിയാവിലെ അവസ്ഥകൾ മാറി മാറി വരുന്നതാണ്. ഇന്ന് അനുഗ്രഹീതമായ അവസ്ഥയാണെങ്കിൽ നാളെ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥ വരും. പക്ഷേ സ്വർഗം ഒരിക്കലും അങ്ങനെയല്ല. സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവിടെയൊന്നും പുറത്താക്കപ്പെടുന്നതല്ല. സ്വർഗീയ അനുഗ്രഹങ്ങളിൽ നിന്നും ഒരിക്കലും അവൻ തടയപ്പെടുന്നതല്ല. കാലാകാലം സ്വർഗത്തിലും സന്തോഷത്തിലും സുഖത്തിലുമായിരിക്കുമെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇതിൻ്റെ അവസാനമായി നാം ഓതിയ 2 ആയത്തുകളിലൂടെ അള്ളാഹു തആല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, എൻ്റെ അടിമകൾക്ക് അറിയിച്ചു കൊടുക്കുക, ഞാൻ തീർച്ചയായും ഏറെ പൊറുക്കുന്നവനാണ്, കരുണയുള്ളവനാണ്, അതുപോലെ ശക്തമായി ശിക്ഷിക്കുന്നവനുമാണ്.
അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നും ആരും നിരാശപ്പെടാൻ പാടില്ല. ദുന്യാവിൽ എത്ര പാപങ്ങൾ ചെയ്തവരാണെങ്കിലും അവർ അള്ളാഹുവോട് പശ്ചാത്തപിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ കരുണയെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് എല്ലാ പാപങ്ങളും മാപ്പ് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. എത്ര പാപം ചെയ്തവരാണെങ്കിലും മരണം വരുന്നതിന് മുമ്പ്, ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് അള്ളാഹുവോട് പശ്ചാത്തപിക്കുകയാണെങ്കിൽ എത്ര കൊടും പാപികൾക്കും പാപം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, എത്ര പാപം ചെയ്തവരാണെങ്കിലും എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി കൊടുക്കുന്നതാണ്. അള്ളാഹു തൗബ ചെയ്യുന്നവരെ, അള്ളാഹു തആല പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പശ്ചാത്തപിക്കാൻ ലജ്ജ കാണിക്കരുത്. എത്ര പാപം ചെയ്തവരും നിഷ്കളങ്കമായി അള്ളാഹു മുമ്പിൽ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണെന്ന് അള്ളാഹു അറിയിക്കുന്നു. ഇതിലൂടെ അള്ളാഹു വലിയൊരു പ്രതീക്ഷ നൽകുകയാണ്. നിങ്ങൾ പാപങ്ങൾ ചെയ്തെന്ന് വിചാരിച്ച് എനിക്ക് സ്വർഗം ലഭിക്കുകയില്ല എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട, നിരാശപ്പെടാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വാത്സല്യത്തിൽ നിന്നും നിരാശപ്പെടാൻ പാടില്ല. എത്ര പാപം ചെയ്തവരാണെങ്കിലും നിങ്ങളുടെ മരണം വരെ, നിങ്ങളുടെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ, ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിങ്ങൾക്ക് തൗബയുടെ കവാടം തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിഷ്കളങ്കമായി പശ്ചാത്തപിക്കുക. തീർച്ചയായും എത്ര പാപികളാണെങ്കിലും നിങ്ങളുടെ പാപത്തെ അള്ളാഹു മാപ്പാക്കി തരും. അതുകൊണ്ട് ഒരിക്കലും ഈ പാപം ആവർത്തിക്കുകയില്ല എന്ന ഉറപ്പോടുകൂടി നിഷ്കളങ്കമായി അള്ളാഹുവിന് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ പശ്ചാത്താപത്തിൻ്റെ, അള്ളാഹുവിൻ്റെ കരുണയുടെ കവാടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങൾ പശ്ചാത്തപിക്കാതിരിക്കുകയാണെങ്കിൽ, പാപത്തിൽ തന്നെ ലയിച്ചുകൊണ്ട് പാപകർമ്മങ്ങളെ ആസ്വദിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ്. നിങ്ങൾക്കതിനെ താങ്ങാൻ സാധിക്കുന്നതല്ല. അത്രയും കഠിനമായ ശിക്ഷയാണ് പരലോകത്തുണ്ടാവുക എന്ന കാര്യവും അള്ളാഹു അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.